നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരുടെ മുന്നിൽ കൂടെ ഞാൻ വീണത്തുനിന്ന് കയറി വരുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ മക്കളൊന്നല്ല നമ്മുടെ പാരൻസ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും തീരുമാനിക്കുന്നു ചെയ്യരുത്. റിട്ടയർമെന്റ് ലൈഫ് അത് റിട്ടയർമെന്റ് ലൈഫിന് അവർക്ക് കിട്ടുന്ന കാശ് കൊണ്ട് അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അവർ ദേ ആർ സ്റ്റാർട്ടിങ് ദയർ നെക്സ്റ്റ് ലൈഫ്. മക്കൾ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവാന്ന് പറയുമ്പോൾ വേറെ പാരൻസിന് എന്താ വേണ്ടത്? അതന്നെ. പക്ഷെ സിനിമയിൽ വരണം, അഭിനയിക്കണം, ഞാനെന്നുള്ള രീതിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ എനിക്ക് കൊടുക്കണം. എൻ്റെ മോള് പറയുന്നത് മൈ മോം ഷീസ് സച്ച് എ പാഷനേറ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ മോളും എൻ്റെ മക്കളും പറയണം. വീട്ടിൽ അമ്മോട് വിളിച്ച് പറഞ്ഞാൽ മോളൊന്നും സഹിച്ചു കണ്ടൊക്കെ നിൽക്ക്. എത്രത്തോളം സഹിക്കമ്മ ഇത്രയും പക്ഷെ എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് കാശിലവാക്കി നീ പോയതാണ്. അപ്പൊ അടുത്ത ദിവസം മോർണിംഗ് തിരിച്ചു പോകാൻ തോന്നും. കാരണം നമ്മുടെ മനസ്സൊക്കെ അങ്ങനെ ചത്തു പോകും. നമ്മളെയൊക്കെ ഇങ്ങനെ മുടി മൊട്ടയടിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന ഒരു സുഖമുണ്ട്. ഈ ലോകത്തെ എല്ലാ സ്ട്രെസ്സും ഞാൻ ഇതാ ഒഴുക്കി കളയുന്നു. എന്ത് സുഖമാണെന്ന് അറിയോ? ഞാൻ അന്ന് മൊട്ടയടിച്ചപ്പോ എന്റെ പഠിക്കുന്ന ചേട്ടൻ പറയണം, മോള് വിഷമിക്കണ്ടാട്ടോ, വളരും കേട്ടോ. ഇപ്പൊ വളർന്നില്ലൊന്നും കുഴപ്പമില്ലാട്ടാ, ഒരു കുഴപ്പമില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിളില് ഇങ്ങനെ നിൽക്കുമ്പം തടഞ്ഞു നിർത്തി ലവ് ലെറ്റർ തരുന്നു. അതൊക്കെ ഒരു ആഗ്രഹമില്ലേ? എനിക്ക് സ്കൂളിലൊന്നും വലിയ പ്രപ്പോസൽസ് ഒന്നും കിട്ടിയിട്ടൊന്നും ചേരാ ഭഗവാൻ ഏറിപ്പോലെ. സ്കൂളിലൊന്നും പ്രപ്പോസൽ ഒന്നും പല്ലൊക്കെ പൊന്തിയിട്ടൊക്കെ ഉള്ള ഒരു കുട്ടിയല്ലേ ആയിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അല്ല, നമ്മളൊരു കുഞ്ഞു കേസിൽ അകപ്പെട്ട് പോയാൽ നമ്മുടെ PR നമ്മുടെ ലൈഫ് അവിടെ പോയി. ഞാനൊരു കേസിലൊക്കെ ഇപ്പൊ ഞാൻ അവർക്കെതിരെ ഒരു ബുള്ളിങ്ങിന് ഒരു കേസ് കൊടുത്തു, സ്യൂ ചെയ്തു എന്ന് വിചാരിക്കേ, ഇതിനുള്ള കാശ് ഞാൻ എവിടെ പോകും? ഒരു ലോയർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്മിഷൻ ചാർജിന് ആളുടെ അടുത്ത് അത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണം കാശ്. അതിന് ഞാൻ എവിടെ പോകും? സോ ഇതിനൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ ഒറ്റയ്ക്കാ. ചേട്ടൻ എൻ്റെ സ്പൗസ് വിസയിൽ വന്നതാ. ചേട്ടനും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനാണ് മെയിൻ അപ്ലിക്കൻറ്റ്. ഞാൻ അവിടെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ. പക്ഷെ പിടിച്ച് നിന്ന് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ട്. ശരി, ഞാൻ ബുള്ളിങ് ഒക്കെ ഉണ്ട്. പിന്നീട് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പറ്റത്തില്ല, ചെയ്യത്തില്ല അങ്ങനെ. കാരണം എനിക്ക് പേപ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അവിടെ ഏറ്റവും ലാസ്റ്റ് വന്നതാ ഞാൻ. പേപ്പർ അവിടെ 5 പേര് മുന്നേ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ട് എനിക്ക് ഫസ്റ്റ് തന്നു. എനിക്കും വേറൊരു പയ്യനും കൂടെ ഫസ്റ്റ് തന്നു. സോ പിന്നെ പേപ്പർ കൈ കിട്ടിയ പിന്നെ നമ്മുടെ കയ്യിലാണ് ഹോൾഡ്. പിന്നെ എന്ത് ചെയ്തു? പണിയെടുത്തു. ഞാൻ ചെയ്യേണ്ടത് എന്താണ്? പണിയെടുക്കണം. ഞാൻ പണിയെടുത്തു, തിരിച്ച് റിയാക്ട് ചെയ്യാനും തുടങ്ങി. കുറേശ്ശെ ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ് കോൺഫിഡൻസ് ഇൻ മീ. ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറയണത് ബി ഡിപ്ലോമാറ്റിക്. ഒരു പരിധി ഉണ്ട് എനിക്ക് ഡിപ്ലോമാറ്റിക് ആവണത്. വീട്ടിൽ അമ്മോട് വിളിച്ച് പറഞ്ഞാൽ മോളൊന്നും സഹിച്ചു കണ്ടൊക്കെ നിൽക്ക്. എത്രത്തോളം സഹിക്കമ്മ പറയാ. അപ്പൊ ചില സമയത്ത് ഇത്രയും പക്ഷെ എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് കാശിലവാക്കി നീ പോയതാണ്. അപ്പൊ അടുത്ത ദിവസം മോർണിംഗ് തിരിച്ചു പോകാൻ തോന്നും. കാരണം നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് ചത്തു പോകും. നമ്മളെയൊക്കെ ബോഡി ഷേമിങ് ചെയ്യുന്നതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? അതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളതാ. എനിക്കത് കുറെ കുരുട്ട് തന്നെ പലരും വിളിച്ചിട്ടുള്ളതാ. ചെറുത് ഇപ്പം കസിൻസിന്റെ ഇടയിൽ തന്നെ നിൽക്കുമ്പോ അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സത്യമാണത്. അത് ചെയ്തവർക്കേ മനസ്സിലാവുള്ളൂ. അല്ല, അത് കിട്ടിയവർക്ക്, അനുഭവിച്ചവർക്കേ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരുടെ മുന്നിൽ കൂടെ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര എന്താ പറയാ, ഞാൻ വീണത്തുനിന്ന് കയറി വരുന്ന ഒരു ടൈപ്പാ. ഞാൻ വീഴും പിടിച്ചു കയറും. അതിന്റെ ഒരു ഭാഗമാണ് ഒരിക്കൽ തല മുട്ടയടിച്ചത്. അല്ല, അത് എനിക്ക് വിശ്വാസമാണ്. അതെന്റെ ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം ബേർഡൻ ഇറക്കി വെക്കണ പോലെയാണ്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ആദ്യം നേർന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ലൈക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറാം, നമുക്ക് ലെറ്റ്സ് റീബിൽഡ്, റീസ്റ്റാർട്ട്. ഞാനും എൻ്റെ ലൈഫിൽ ഒത്തിരി ഒരു ഭയങ്കര പ്രശ്നം, അതായത് ജോബില് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പിടിച്ചു നിൽക്കണം, ഈ ജോലിയാണ്, ഈ പറയുന്ന ഷെയ്മിങ്, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം, നമ്മൾ ചെയ്തില്ല അതിൽ നമ്മൾ ചെയ്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സ്, ഫാമിലിയിൽ ഒരു വിധത്തിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. അപ്പം
ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുടി പോയി മുട്ടയടിച്ചു. എന്നിട്ട് ഞാൻ എല്ലാവരോടും നുണ പറഞ്ഞു, നേർന്നതാണ്. അത് ഒരിക്കൽ ഞങ്ങൾ ചുമ്മാ പളനി പോയതാണ്. ചുമ്മാ ഞാൻ ഹസ്ബൻഡ് ആക്ച്വലി പെൺകുട്ടികൾ മുടി മുറിക്കുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാന്നൊക്കെ കേട്ടിട്ടില്ലേ? ആണ്. അങ്ങനെയാണ്. ഞാൻ ഒരൊറ്റ മുടി മുറിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ റെഡി നിന്നെ കാണാൻ നല്ല രസം, അതുകൊണ്ട് നിന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞു. എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിമും ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എന്നിലേക്ക് കുറേ നോക്കാൻ തുടങ്ങി. കാരണം എല്ലാവരും ഇങ്ങനെ അന്നത്തെ കാലത്ത് ഇങ്ങനെ മുടി മുട്ടയടിച്ച ക്യാൻസർ ആണോ എന്റെ വീട്ടും പറഞ്ഞത്. എൻ്റെ വീട്ടിലൊരു മരണം നടന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, മരണ വീട്ടിൽ എല്ലാവരും ചിരിക്കുമായിരുന്നു. കാരണം എന്നെ കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ്, എല്ലാ വലിയ വീട്ടിലും കാണും ഒരു മന്ദബുദ്ധിയായ കൊച്ച്, അത് നീയാണെന്ന് തലതിരിഞ്ഞ സന്തതി. ഇതൊക്കെ നമ്മൾ, പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ നമ്മൾ എന്ത് സ്ട്രെസ് റിലീഫിന്, അതായത് നമ്മൾ തല വെട്ടാൻ പറ്റില്ലല്ലോ, വെട്ടിയത് ഇതല്ലേ അല്ലേ, അതല്ലേ നമുക്ക്. ഞാനിങ്ങനെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന ഒരു സുഖമുണ്ട്. തല ഇങ്ങനെ പൈപ്പിന്റെ ചവിട്ടി വെച്ചേക്കും, ഇങ്ങനെ വള്ളക്കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാ സ്ട്രെസ്സും ഞാൻ ഇതാ ഒഴുക്കി കളയുന്നു. എന്ത് സുഖമാണെന്ന് അറിയോ. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട, തല തോർത്ത് പോലും. പക്ഷെ ഇച്ചിരി മുടി ഇങ്ങനെ കുറ്റി വരുമ്പോ ഇത്തിരി പാടാ, നമുക്ക് എന്തോ ഒരു ഭയങ്കര റിലീഫാണത്. ചില ചേഞ്ചസ് വരുമ്പോൾ അത് ഭയങ്കര മാറ്റം. ഒന്നൊരു പൊടിക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഞാൻ അന്ന് മുട്ടടിച്ചപ്പോൾ എൻ്റെ പഠിക്കുന്ന ചേട്ടൻ പറയാണ്, മോള് വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഈ മുടി അഹല്യ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നുണ്ട്, വളരും കേട്ടോ. ഞാൻ ഇപ്പൊ വളർന്നില്ലൊന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം ഇഷ്ടമാണ്. പിന്നെ ഞാൻ അമ്മോട്, കാരണം പിന്നെ വീട്ടിലെ അമ്മയ്ക്ക് ഒരു സങ്കടം, ഞാൻ മുട്ടയടിച്ചിറക്കണമാണ്. അപ്പൊ അമ്മ പറയും, മുട്ടയടിക്കില്ലടി ഇതോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ചോദിച്ചാൽ നാട്ടിൽ നിന്നൊന്നും മുട്ടയടിക്കുന്നു ഫ്രീ. എനിക്ക് ചില മാറ്റങ്ങളൊക്കെ ചേഞ്ച് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ അമ്മമാർ ഇപ്പോഴും ചൂലെടുക്കും, ചോദിക്കും, എന്നെ ചൂലെടുക്കും, എന്നെ ഇടിക്കും. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ മുടി ഇത്ര പെട്ടെന്ന് വളരണം, അല്ലെങ്കിൽ ഒട്ടും വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മള് പറഞ്ഞു വന്നതിന്റെ സബ്ജക്റ്റിന്നേ മാറി. ഈ പറയുന്ന സ്ത്രീകള്, ഞാൻ ഭയങ്കര ഇപ്പം ഗീതു സമ്പാദിക്കുന്നുണ്ട്. ഗീതു തന്നെ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് വളരുന്നത്. അതായത് കുട്ടികൾ നാളെ ചോദിക്കുമ്പോൾ പോലും അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ ചെയ്തു. ഗീതു ഇതൊരു സിനിമയിൽ ചാൻസ് ചോദിച്ചു പോയിട്ട് ഒരുപാട് പേര് ബോഡി ഷേമിങ് ചെയ്തെന്നാണ്. ഇപ്പോൾ ഒരു ചാൻസ് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ഈ ഒരു വളർച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ ഭയങ്കര പാടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അന്നൊക്കെ എന്നെ ആൾക്കാർ കളിയാക്കിയെടുത്ത് നിന്ന് ഈ ഇപ്പം അടുത്തിടെ നാദൃശ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പം? എനിക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെയൊക്കെ വീഡിയോ കാണാറുണ്ട്. അവർക്ക് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒരു ആളെ മനസ്സിലായില്ലേ, അതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. എങ്ങനെയുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ആ ഒരു? ഞാൻ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു കോൺഫിഡൻസ്. എനിക്കത് പ്രൗഡായിട്ട് പറയാം. കാരണം ഞാൻ എൻ്റെ മോളോട് ഞാൻ പറയുന്ന ബേസിക് കാര്യങ്ങളാണ്. ഞാൻ ഫാമിലി നിന്നുണ്ടാവും. എൻ്റെ മോളോട് ഞാൻ പറയുന്ന ബേസിക് കാര്യങ്ങളാണ്. നീ വേറൊന്നും, ബേസിക് എഡ്യൂക്കേഷൻ, ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഗോ വിത്ത് യുവർ പാഷൻ, അതാണ് ഇപ്പം നമുക്ക് വേണ്ടത്. നിൻ്റെ മനസ്സിന് നിന്നെ ഹാപ്പി ആക്കുന്നത് എന്താണോ നീ അത് ചെയ്ത് മുന്നോട്ട് പോവുക. നിന്നോട് ഞാൻ മാരേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നീ ഒരാൾ ഇഷ്ടപ്പെടണ്ടെന്നോ ഒന്നും പറയാം. നീ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിൽക്കണം. അതെൻ്റെ മോനായാലും എൻ്റെ മോളായാലും. ഞാൻ പഠിക്കാനോ, ഇപ്പം ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ് കൂടെ കോഴ്സ് പഠിച്ചു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വേറെ എണ്ണത്തിൽ എടുത്തു, മെഡിക്കൽ ഓഫീസ്. ഇതെല്ലാം പഠിച്ചിട്ടും ഞാൻ ഇതിലൊന്നും അല്ലാത്തൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എഡ്യൂക്കേഷൻ നമുക്ക് വേണം. ഒരു ബേസിക് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കുറച്ചും കൂടെ വൈഡായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ നമുക്ക് പറഞ്ഞു തരും. എല്ലാ കാര്യത്തെയും കുറിച്ച് ഒരു ചെറിയ നോളജ് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ വേണം. കൂടുതലും നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന മൊമെന്റ്സ് വെച്ച്, അതായത് ഓരോ കാര്യങ്ങൾ വെച്ചാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഓരോന്നും പഠിച്ചാണ് കണ്ടുപിടിച്ചത്. ആദ്യം ഇന്നത് ചെയ്യണം, അത് തെറ്റായി കഴിഞ്ഞപ്പം അടുത്തത് വേറെ നോക്കണം. ഞാൻ ഈ ഒരു ഔട്ട്സൈഡ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റുമോ സിനിമയിൽ കയറാൻ? ഇല്ല, പറ്റില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് എഫേർട്ട് ഇടണം. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ടിക്ടോക്കിൽ മാത്രം തത്തിക്കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നല്ല അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയിൽ നോക്കുമ്പം അവർ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡിഫറൻസ് വേണം. അപ്പം ഞാൻ ലിപ്സിങ്ക് കറക്റ്റായിട്ട് ചെയ്ത് മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡയറക്ടേഴ്സ്, ഞാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മീശ മാധവനൊക്കെ അഭിനയിക്കാൻ, ഞാൻ അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് പണ്ടത്തെ നാട്ടിൻപുറം സിനിമ ലാൽ ജോസ് സാറൊക്കെ എന്നൊരു ചാൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെയൊക്കെ ഫിലിമിൽ സാറൊക്കെ നമ്മുടെ വീഡിയോസിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. പടത്തിൻ്റെ വീഡിയോ ചെയ്തപ്പം അത് ഭയങ്കര ഹിറ്റായപ്പം സാറൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എൻ്റെ ഇൻസ്പിറേഷനാണ്. എനിക്കങ്ങനെ സിനിമയിൽ അതായത് എന്താ പറയുക,
വലിയ രീതിയിലുള്ള ഒരു പൈസയായിട്ടൊന്നുള്ള ഇൻസ്പിറേഷൻ എനിക്ക് എന്താ ഒരു കോൺഫിഡൻസ് ഇതൊന്നും വേണ്ട എനിക്ക് ചെറിയൊരു കമന്റ് മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്രീസിയേഷൻ മതി. ഞാൻ കയറിപ്പോൾ അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് വീണ് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും. എപ്പോഴും വീഡിയോയ്ക്ക് റീച്ചും കിട്ടിയല്ല മാത്രമല്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹാർഡ് വർക്ക് നമ്മൾ എഫേർട്ട് ഇടുക. ഹാർഡ് വർക്കിന് നമ്മൾ ഇടുന്ന എഫേർട്ടിന് നമുക്ക് എപ്പോഴായാലും തിരിച്ചതിന് ബെനിഫിറ്റ് ഷുവറായിട്ടും ഉണ്ടാവും. അതിന് ബിഗ് എക്സാമ്പിളാണ് ഞാൻ. നിങ്ങൾ ആര് വേണമെങ്കിൽ നോക്കി, ഒരു വീടിൻ്റെ ഒരു മുറിയിലിരുന്നാണ് ഈ കാട്ടിക്കൂട്ടൽ മൊത്തം ചെയ്യണത്. ഇന്ന് നീ എനിക്ക് തന്ന ഈ ചെയർ എന്ന് പറയുന്ന സംഭവം ഇത് എനിക്ക് ഇനിയും വളരാനുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത്, ഇനിയുള്ള ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സ് കാണുമ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവളുടെ വീഡിയോസ് അവള് ഇട്ടിട്ടുണ്ട്, ലുക്ക് അറ്റ് ഹർ, അഭിനയിക്കുന്നുണ്ടോ നോക്കാം, അവൾക്കൊരു ചാൻസ് കൊടുത്ത് നോക്കാം. തിങ്ക് ചെയ്യോ ഇല്ലയോ പോട്ടെ വേണ്ട, ബട്ട് ഞാൻ അതിന് എഫേർട്ട് ഇടുന്നുണ്ട്. നൗ ദ നെക്സ്റ്റ് അവരുടെ കയ്യിലാണ്. കിട്ടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, പക്ഷെ കിട്ടാനുള്ള 100% എഫേർട്ട് ഞാൻ ഇടും. അത് ഓരോരുത്തരും ഇടണം. അല്ല ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ റീൽസിന്നും അതിന്നും ഇതിന്നൊക്കെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതായത് പണ്ട് സിനിമകളിലെ മെഷർമെന്റുകളായിരുന്നു എല്ലാം. നായകൻ ഇങ്ങനെ ഇരിക്കണം, നായിക ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതാണ് ഇപ്പത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുക, ഞാൻ ഒരിക്കലും എനിക്കൊരു നായികയോ അല്ലെങ്കിൽ എനിക്കൊരു മെയിൻ റോളോ ഒന്നും വേണ്ട. ഫിലോമിനെ ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒക്കെ ഇനി ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? ഇനി കോമഡി, പണ്ടത്തെ കോമഡി സൈഡിൽ കൂടെ നീ ആരടാ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഭ്രാന്താണെന്നൊക്കെ ചോദിക്കുന്ന ചെറിയ റോളാണെങ്കിലും അതൊക്കെ ചെയ്യാൻ ആൾക്കാർ ഇനി വേണ്ടേ? അവരെ റീപ്ലേസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല, ബട്ട് അവരെ പോലെ ആണെങ്കിലും നമുക്ക് കഴിവ് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ കൗണ്ടർ കോമഡിനേക്കാളും പണ്ടത്തെ കോമഡികളില്ലേ, നമ്മുടെ ഇന്നസെൻസ് സാറ് ഈ പായസത്തിനിട്ട് അങ്ങനത്തെ ഒക്കെ കോമഡി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ഞങ്ങളൊക്കെ അത് കണ്ടു വളർന്ന ആൾക്കാരാണ്. ഇപ്പത്തെ കൗണ്ടർ എന്ന് പറയുന്നത് ആ സമയത്തിലുള്ള കൗണ്ടർ, പക്ഷെ കോമഡി കുറവല്ലേ? നോക്കിയിട്ടുണ്ടോ സിനിമകളിൽ? കൗണ്ടേഴ്സ് ആണ് കൂടുതലും. അപ്പൊ നമുക്കത് ചിരി വരും, കാരണം ഇപ്പത്തെ ജനറേഷൻ അനുസരിച്ചുള്ള സിനിമ. പക്ഷെ വി നീഡ് കോമഡി. മനുഷ്യന് തുറന്ന് ചിരിക്കാൻ എന്താണ് മറ്റേ നമ്മുടെ ഒരു തൈ ഇരിക്കട്ടല്ലോ പറയുമ്പോ അങ്ങനെ അത് ഉള്ളിന്ന് വരുന്ന ചിരിയാണ്. പിന്നെ അവര് നടന്നു വരുന്നതും മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്, എനിക്ക് അതൊക്കെ ഞാൻ ഇപ്പോഴും ഞാനും 90s ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയും, ഇത് പറഞ്ഞ നമ്മുടെ നാട്ടില് DVD പ്ലെയർ ഇറങ്ങുന്ന കാലം ഉണ്ടല്ലോ. അതിങ്ങനെ ഒരു സ്ഥലത്ത് ആളുകൾ DVD സെറ്റ് എടുത്ത് വെക്കും, എന്നിട്ട് അവിടെയുള്ള എല്ലാവരും ആ പടം കാണുന്നത്. അങ്ങനെ കണ്ട പടമാണ് മറ്റേ തെങ്കാശിപ്പട്ടണം കണ്ട് ചിരിച്ച് മൂത്രമൊഴിക്കാൻ എണീറ്റ് പോകാൻ പറ്റത്തില്ല, കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യത്തില്ലല്ലോ. അതായത് അങ്ങനെ ചിരിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ഒരു ചെറിയ തിരുത്തുണ്ടേ, അത് പലതും ബോഡി ഷേമിങ് ആയിരുന്നു. അത് നമുക്കറിയില്ല. അതാണ് നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ അത്രയും ബോഡി ഷേമിങ് നേരിട്ടത്. അവർ തൻ്റെ ഇടം ഉണ്ട് ആളുകൾക്ക്. ഇത് കോമഡി ആണെന്ന് അവര് പറയുന്നത്, കേൾക്കുന്നവന്റെ മൈൻഡ് അറിയില്ല. പക്ഷെ ഇന്ന് അത് കുറെ ഈ പറഞ്ഞ കോമഡി ഓക്കെയാണ്, പക്ഷെ അതിലൊരു ബോഡി ഷേമിങ് വരുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ നമ്മളാണെങ്കിലും എന്റെ സ്വന്തം വീട്ടിൽ എന്റെ ആങ്ങളെ ചെരവാന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എന്റെ പല്ല് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നല്ല ഇതായിരുന്നു. അപ്പൊ എപ്പോഴും പറയും അച്ചരവ വേണ്ട ചെവക്ക് കൊടുത്താൽ മതി എന്ന് പറയും. എന്നെയൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയും. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ക്യാമറയുടെ മുന്നിൽ നിൽക്കത്തില്ല, ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ചിരിക്കാനൊക്കെ ഭയങ്കര പേടി. നമ്മളെപ്പോഴും സ്ഥിരം പറയുന്ന ഡയലോഗാണല്ലേ, കറുത്തവരെ നീ ചിരിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ, ലൈറ്റ് പോകുമ്പോ ചിരിക്ക്, ഇങ്ങനെയൊക്കെയാണല്ലോ പ്രധാന കോമഡികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ അവരത് പറയുമ്പോ കോമഡി ആണെങ്കിൽ കൂടി നമുക്ക് നമ്മളത് കേട്ടിട്ടുണ്ട്. പറഞ്ഞത് നമ്മളങ്ങനെ ആണല്ലോ. സോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബൈ ബർത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, പല്ലുന്തി കറുത്ത നിറവായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയോട് അച്ഛനോട് ചോദിക്കാൻ പറ്റും നിങ്ങൾ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയത്, അതും പറ്റില്ല. പിന്നെ അത് റിയലൈസ് ചെയ്തു, ഇതാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ ക്യാമറയെന്നല്ല ഭയങ്കര ഹാപ്പി. ശരണ്യയുടെ ഒരു ഇന്റർവ്യൂ വരുന്നു പറഞ്ഞപ്പോ എനിക്ക് എന്ത് ഹാപ്പി. എപ്പോഴാ വിളിക്കുക, ഞാൻ അറിയാലോ, ഞാൻ ആ മെസ്സേജിൽ തന്നെ മനസ്സിലാക്കാം. സോ ഷീ നീഡ്സ് ഇറ്റ്, എനിക്കത് വേണം. അല്ല ഞാനത് എനിക്കൊരു ഇന്റർവ്യൂ തരുമോന്നൊക്കെ എന്നെ അറിയുന്ന പറഞ്ഞപ്പോ ഞാനപ്പോ അത്ര വലിയ ആളൊക്കെ അല്ല. ചിലരെ നമുക്കൊരു ചെറിയ കാര്യം മതി. ഇപ്പൊ നീ ചെയ്ത ഓരോ ഒത്തിരി അതിന്റെ ഒന്നും ആവശ്യമില്ലടാ, ചെയ്യുന്ന ഒരെണ്ണത്തിന്റെ അത് ചിലപ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇരിപ്പുണ്ടാവും.
അതാ പറഞ്ഞേ, നമ്മൾ ആ ഒരു നമ്മളെ ഷെയ്മിങ്, നമ്മൾ അക്സെപ്റ്റൻസ് ആണ് ആദ്യം വേണ്ടത്. സ്കൂളിലൊക്കെ പോകുമ്പം അസംബ്ലിയിലൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളെ ഫ്രണ്ട് എന്റെ പല്ലും പൊന്തിയത് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു, എന്റെ പല്ല് നിരത്തിയതാ കണ്ടോ. പക്ഷെ ഞാൻ പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്, നിന്റെ വീഡിയോയിൽ നിന്റെ പല്ല് ഭയങ്കര ക്യൂട്ടാണ്. അതിപ്പോ ശരിയാക്കി, അത് കടന്നു പറയല, അത് കേടുവല്ലായിരുന്നു. ഞാൻ പല്ല് കഴിക്കത്തില്ല എന്ന് എല്ലാരും പറയാം. ഞാൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കടവുണ്ടായ സമയത്ത് ഞാൻ ഇപ്പൊ എന്താണ് നീന്തി കാണിക്കാൻ പുഴയിലേക്ക് ഒറ്റ എടുത്ത് ചാടിയത്, ഈ ഫ്രണ്ട് ചെന്ന് ഇടിച്ചിട്ട് ഈ പല്ല് പ്രായം കൂടുന്തോറും കേടായി വരാൻ തുടങ്ങി. ഒരു പല്ല്, അതാണ് ഒരു പല്ലിന് മഞ്ഞപ്പ്, മറ്റൊരു പല്ല് വെള്ളയായിരുന്നത്. അതിപ്പോ കുറച്ച് നാൾ കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ വന്ന് അത് ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്. അപ്പൊ എന്നോട് അമ്മച്ചി ആദ്യം പോയി പല്ല് തേക്ക്, കാരണം അടുത്ത് വരുമ്പം പല്ല് തേക്കില്ലെന്ന് തോന്നുന്നു. അല്ലടാ, ഞാൻ പല്ല് തേക്കുന്നുണ്ടാ, അത് കേടായ പല്ല്, അതൊക്കെ പറഞ്ഞാലൊന്നും ചിലരൊക്കെ വിശ്വസിക്കുന്നത്. ഞാൻ എന്തെങ്കിലും പറയട്ടെ, നിങ്ങളിത് പറഞ്ഞോണ്ട് അവിടെ ഇരി. എനിക്ക് ഗീതു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട, മോളോട് പറയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീ, ഇപ്പം ഗീതുവിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മച്ചി വെച്ചാൽ പ്രായം ചെന്നവര്, അല്ലാതെ കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമ്മൾ ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അത് നമ്മൾ ചുമ്മാ ഉണ്ടാക്കണ ഒരു കാര്യമല്ല. നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആദ്യം മാതൃകയാവുക, പിന്നെയാണ് നമ്മളെ കാണുന്നവർക്കൊരു മാതൃകയാവുന്നത്. ഇപ്പം സൊസൈറ്റിയിൽ ഇപ്പം എല്ലാവരും പ്രണയത്തെക്കുറിച്ച് പറയാറുണ്ട്, ലൈഫിനെ കുറിച്ച് പറയാറുണ്ട്, ഡിപ്രഷനെ കുറിച്ച് പറയാറുണ്ട്. ശരിക്കും ഗീതുവിനോട് ചോദിച്ചാൽ ഗീതു എന്തിനെക്കുറിച്ചായിരിക്കാം ഒരു സൊസൈറ്റിയോട് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്? അക്സെപ്റ്റ് വാട്ട് ദേ ആർ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാള് എങ്ങനെയാണോ അവർ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഡോണ്ട് പ്രീജഡ്ജ് ദം. അതല്ലേ ഏറ്റവും വലിയ കാര്യം. നമ്മൾ എടാ നിന്നെ നീ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൈൻഡ്സിലുള്ള തോട്ട്സ് മൊത്തം അങ്ങനെയായിരിക്കും. സോ ഫസ്റ്റ് ഇപ്പൊ ഇതിലൂടെ ഉള്ളവരെയൊക്കെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കി ചേരാം. ബട്ട് ഒരാളെ വിലയിരുത്തുന്നതിന് മുന്നേ അവരുടെ ഫസ്റ്റ് അവരുടെ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും മനസ്സിലാക്കാം. നമ്മൾ ഡോണ്ട് ട്രൈ ടു മേക്ക് ചേഞ്ചസ്. നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് അവരുടെ ഉള്ളിൽ വരുത്താൻ നോക്കരുത് ഒരിക്കലും. എനിക്ക് തോന്നണം, എൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. എൻ്റെ മോൾ എങ്ങനെയാണോ ഐ നീഡ് ടു അക്സെപ്റ്റ് ഹർ ലൈക്ക് ദ വേ ഷീ ഈസ്. അല്ലാണ്ട് അവളെ ഞാൻ പറഞ്ഞു കൊടുക്കാം, മോളെ ഇങ്ങനെയല്ല, ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞു തരാം മേഡം ഇങ്ങനെയല്ല, കുറച്ച് സജഷൻസ് തരാം. ഡോണ്ട് ഫോഴ്സ് ദം ടു, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ മാറ്റാൻ ഫോഴ്സ് ചെയ്യരുത്. അങ്ങനെ ഫോഴ്സ് ചെയ്താലും ബിൽഡ് ചെയ്ത് വരുന്ന സാധനത്തിന് അവരുടെ ഇഷ്ടം ഉണ്ടാവില്ല, അവരുണ്ടാവില്ല. അത് നമ്മളൊരു പുഷ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഇതിലുണ്ടാവുന്ന ഒരു മാറ്റത്തിനും സ്വയം ഉണ്ടാവുന്ന മാറ്റത്തിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പ്രീജഡ്ജ് ചെയ്യാതിരിക്കുക. അവൾ അങ്ങനെയാണ്, അങ്ങനെ പ്രീജഡ്ജ് ചെയ്യാതിരുന്നാൽ തന്നെ പകുതി നല്ലതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അവരവരായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ കാര്യങ്ങൾ. അതാണ് വേണ്ടതും. കാരണം പണ്ടൊക്കെ നമ്മളെപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ആദ്യം നീ പറഞ്ഞല്ലോ, നിന്റെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലുള്ള അമ്മമാർ ആദ്യം കല്യാണം കഴിച്ചിട്ട് ചെറുക്കൻ്റെ അച്ഛനും അമ്മേനെ നോക്കുന്നു, പിള്ളേരെ നോക്കുന്നു, പിള്ളേരെ വലുതാകുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ വലുതാകുമ്പോഴത്തേക്കും കാലം ചെയ്യുന്നു, പോകുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നീ തന്നെ ജീവിക്കുന്ന കാനഡ പോലത്തില്ല. അവിടെ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയോ, നിങ്ങൾ വളർത്തിക്കോണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതന്നെ നിങ്ങൾക്ക് വളർത്താനാണ്. മനസ്സിലായി? അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ. എത്ര പറഞ്ഞാലും സ്ത്രീകൾ മനസ്സിലാക്കുകയില്ല. അതായത് നിങ്ങളുടെ ഒരു അതായത് റിട്ടയർമെൻറ്റ് സർക്കാർ ജോലിയിലുള്ള പോലെ തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് പീരീഡാണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ദേ നീഡ് ടു ലിവ് ദെയർ ലൈഫ് ടു. ആ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പാടില്ല എന്ന്, നല്ല രീതിയിൽ മക്കളെ നോക്കി നിൽക്കണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എവിടെയും പറഞ്ഞിട്ടില്ല. അവര് എന്തിനാണ് ആ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നത്? ഇനിയുള്ള സമയം ഇഷ്ടമുള്ളത് ട്രാവൽ ചെയ്യുക. അവർക്ക് ആഗ്രഹം. ഞാൻ കാണുന്നില്ലേ എൻ്റെ വീട്ടില്, എന്നോട് ചോദിക്കും നമ്മൾ എപ്പോഴാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണത്? കാരണം ഞാനും എൻ്റെ അമ്മയും ഞാൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്നത് എൻ്റെ അമ്മേനെയാണ്. ഗോവയിൽ പോകാനാ പറഞ്ഞത്. ഇപ്പൊ ഗോവയിലേക്ക് പോണെന്ന് എന്റെ ഗോവയെ കൊണ്ടുപോകണം. എന്റെ ചേട്ടന്റെ അമ്മേനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആള് ഹെൽത്ത് വൈസ് ഓവൻ, ആളും ടയേർഡ് ആവും. ഞാൻ അമ്മേനെ കൊണ്ടുപോകാൻ ഞാൻ ചോദിക്കും. ഇപ്പോൾ ഒരിക്കൽ തന്നെ ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഗുരുവായൂരായപ്പം ഫാമിലി ഉള്ളവർ പറയുകയാണ് ഏട്ടൻ്റെ അമ്മയോട്, മുറി പോയിരുന്നു അമ്മ റെസ്റ്റ് എടുത്തു. എന്തിട്ട് റെസ്റ്റ്? എന്താ അവർക്ക് ചുറ്റി കറങ്ങാനൊക്കെ ഇഷ്ടം തന്നെയാണ്. ഈ റെസ്റ്റ് എടുക്ക് എന്തിനാണ് അവരൊരു മുറി പോയി റെസ്റ്റ് എടുക്കുന്നത്? എനിക്കറിയില്ല. ഇവർക്ക് ഈ പ്രായമായവരും ഇവരൊക്കെ ഈ റൂമിലും വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കണം എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? കൂടെ പോകുമ്പോൾ, ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം, ഒരു ഉത്സവത്തിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം. ഇടയ്ക്ക് നമ്മളൊരു 5-6 സിനിമ ഒറ്റയ്ക്ക് പോയി കാണുന്നുണ്ടെങ്കിൽ ഒരു പടത്തിന് അവരുടെ കൂടെ കൊണ്ടുപോയി. എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടില്ല എന്നല്ല പറയുന്നത്. അവർക്കും ഇഷ്ടമാണ് പുറത്ത് പോയി ഐസ്ക്രീം കഴിക്കാനും, ഇടയ്ക്ക് വൈകുന്നേരം പുറത്ത് പോയി ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയാൻ, ചീട്ട് കളിക്കാനും. എൻ്റെ അമ്മയൊക്കെ സൂപ്പറായിട്ട് ചീട്ട് കളിക്കും.
ഞാൻ ഏറ്റവും കൊള്ളത്ര പഠിച്ചിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്നാണ്. ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഞാൻ, ചേട്ടൻ, എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്, അമ്മ, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കും. ഈ റിട്ടയർമെന്റ് ലൈഫ് നേരത്തം വീട്ടിലെ മക്കളെ നോക്കിയിരിക്കുക എന്നുള്ളൊരു പരിപാടിയല്ല. അത് വേണം, നമ്മുടെ കൊച്ചുമക്കളുടെ വിശേഷങ്ങളൊക്കെ അറിയണം. പിന്നെ അവർക്കും ഉണ്ടൊരു ജീവിതം. അവർക്ക് ഇനിയുള്ളത് അവർ ഇത്രയും നാല് മക്കളെ നോക്കി കഷ്ടപ്പെട്ടതും വളർത്തിക്കൊണ്ട് വന്നിട്ടും പിന്നെ ബാക്കിയുള്ള സമയം ദൈനീട്ടു അവർക്ക് ഇനിയുള്ള ജീവിതം ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ടുള്ളതാണ്. ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അവർ ഹാപ്പി ആയിരിക്കും, ഒറ്റയ്ക്കാണെങ്കിലും അവർ ഹാപ്പി ആയിരിക്കും. അല്ലാണ്ട് ചിലർക്ക് ഇഷ്ടമായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് നിൽക്കാനും. പക്ഷെ അത് കഴിഞ്ഞാലും ഞാൻ കണ്ടതാണ്, ഞാൻ എൻ്റെ അമ്മേനെ കണ്ടതാണ്. ഷീ ഈസ് ഇൻട്രസ്റ്റ്. പുറത്തു പോയി തിരുവാതിര കളിക്കാനും കൂട്ടത്തിൽ സംഘം ആൾക്കാരുടെ കൂടെ നിൽക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാനും പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത് ഞാൻ നോക്കി കണ്ടതാണ്. അമ്മ അതൊന്നും ചെയ്യാൻ വിടാത്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ദേഷ്യവും ഞാൻ കണ്ടു. സോ എനിക്ക് മനസ്സിലാവും അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളല്ല അവരുടെ ഡിസിഷൻസിനെ തീരുമാനം എടുക്കേണ്ടത്. അവരുടെ കൂടെ നിൽക്കുക. അച്ഛനും അമ്മയ്ക്കും എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും ഞങ്ങളുണ്ട് എന്നുള്ളൊരു വേർഡ് അവർക്ക് കൊടുക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൈം കൊടുക്കുക അവർക്ക് സംസാരിക്കാനും ഒക്കത്തിനും. നിങ്ങളുടെ കാര്യങ്ങൾ അവരിലേക്ക് ഫോഴ്സ് ചെയ്യരുത്. നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും ഞാനും എൻ്റെ ചേട്ടനും നമ്മൾ ഒരിക്കലും നമ്മുടെ പാരൻസ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. അവർക്കറിയാൻ ജീവിക്കാൻ. അവർ ഇത്ര നാളും ജീവിച്ചതല്ലേ. നമ്മൾ പറഞ്ഞിട്ട് വേണം അവർ ജീവിക്കാൻ. അവർക്കറിയാം. ഗൈഡൻസ് കൊടുക്കുക. അമ്മയെ ഹെൽത്ത് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് എൻ്റെ അമ്മ അതൊക്കെ ചെയ്യണം. ഒന്ന് പോകുമ്പോൾ അതൊക്കെ എന്തെങ്കിലും കോളൊക്കെ വിളിക്കുമ്പോൾ എടുക്കുക. മരുന്നൊക്കെ മര്യാദയ്ക്ക് കഴിക്കാം. എവിടെ വേണമെങ്കിലും പൊക്കോ. ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അമ്മയൊക്കെ നന്നായി ഡാൻസ് ആയിരുന്നു. ഇപ്പം അമ്മ വീട്ടിലിരിക്കുന്നത്. അമ്മ കണ്ടിന്യൂസ് അത് പോയിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ വലിയ അവരെത്ര നാൾ ഡാൻസ് പഠിപ്പിച്ചു എന്നറിയാം. നമ്മൾ മക്കളൊന്നല്ല നമ്മുടെ പാരൻസ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും തീരുമാനിക്കുന്നു. ചെയ്യരുത്. റിട്ടയർമെന്റ് ലൈഫ് അവർക്ക് കിട്ടുന്ന കാശ് കൊണ്ട് അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ദേ ആർ സ്റ്റാർട്ടിങ് ദെയർ നെക്സ്റ്റ് ലൈഫ്. ചിലപ്പോൾ അവർ ഇനിയും ഒന്നും കൂടെ പ്രണയിക്കാനും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അച്ഛൻ ഉണ്ടാവണമെന്നാണ്. എങ്കിൽ ഞാൻ 2 വണ്ടി വിട്ടു അച്ഛനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് വിട്ടാലേ. പക്ഷെ അതൊന്നും നമുക്കെല്ലാം കിട്ടത്തൊന്നുമില്ല. ദൈവം നമുക്കെല്ലാം അങ്ങനെ ഒന്നും തരത്തില്ല. നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് ആവരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ. ഈ കരഞ്ഞിരിക്കുന്നു. അതെന്നെ ഗീതു പറയുന്ന പോലെ തന്നെ ഗീതുവിനെ എനിക്കത് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ അച്ഛൻ പോയപ്പം നമ്മളെ വളർത്താൻ കഷ്ടപ്പെട്ട ഒരമ്മ നമ്മളൊരു സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ അച്ഛനെ സ്നേഹിക്കുന്ന പോലെയോ അച്ഛൻ കൊടുക്കുന്ന ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ചേർത്ത് നിർത്താൻ പറ്റും നമുക്ക്. അതെനിക്ക് മനസ്സിലാവും ഗീതു. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതെ, അമ്മമാർ ഒറ്റയ്ക്കാവും. നമ്മൾ മാരേജ് ചെയ്ത് കഴിയുമ്പോൾ വേറെ മുറിയിലേക്ക് ഞാൻ സാധാരണ എൻ്റെ അമ്മയുടെ കൂടെ കിടക്കുക. മാരേജ് ചെയ്ത് വേറെ സെപ്പറേറ്റ് റൂമിലേക്ക് ഞാനും ചേട്ടനും അമ്മമാർക്കും അപ്പം തന്നെ അവർക്ക് ഇത്ര നാളും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹിച്ച് കിടന്നിട്ട് മാറി കിടക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം വന്നു. പക്ഷേ നമുക്ക് ഏതു നേരം കൂടെ നിർത്തണമെന്നില്ല. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നിന്നാൽ മതി നമ്മുടെ പാരൻസിൻ്റെ കൂടെ. വലിയ വലിയ മാലകളോ വലിയ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രസൻസ്, നമ്മുടെ അവൈലബിലിറ്റിയാണ് മെയിൻ കാരണം. എല്ലാവർക്കും അല്ലേ, ടൈം അവൈലബിലിറ്റിയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ അവൈലബിലിറ്റി ഞാൻ മറ്റാർക്കും കൊടുത്തില്ലെങ്കിലും എൻ്റെ ഫാമിലിക്ക് ഞാൻ അവൈലബിലിറ്റി ചെയ്യാറുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ച് നിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് ഭയങ്കര ഒരു പെയിനാണ്. നമ്മുടെ അച്ഛനമ്മമാരില്ലാത്തൊരു കാലം എന്ന് ആലോചിച്ചൊക്കെ. ആ സമയത്ത് ഞാൻ അന്ന് അതെൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു. 4 ദിവസം പോയി പഠിക്കാൻ പോയി. പക്ഷെ കുറച്ചൊന്ന് വീണു. അപ്പോൾ ആൾ ഒന്ന് ഒതുങ്ങി. ലൈക്ക് പോട്ടെ, കണ്ണനും കണ്ണൻ എന്ന് പറഞ്ഞ അനിയൻ ഞങ്ങൾ വിട്ടു. ഇലക്ട്രിക് സ്കൂട്ടറാണ്, ഇനിയും ആൾക്ക് പോകണമെന്നുണ്ട്, പോട്ടെ. വീണാലും സാരമില്ല, ചിലപ്പോൾ നന്നാലും പഠിക്കട്ടെ, അതൊരാഗ്രഹമല്ലേ. നമ്മൾ കൂടെ നിൽക്കുക വേണ്ടത്. അവരെ അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്തു കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. മക്കൾ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവാന്ന് പറയുമ്പോൾ വേറെ പേരൻസിന് എന്താ വേണ്ടേ? അത് തന്നെ. പ്രണയം ഉണ്ടായിരുന്നത് പൊട്ടി പാളീസായി. എന്താണ് പിന്നെ പ്രണയമൊക്കെ ഉണ്ട്. ഞങ്ങൾ 90s എന്താ പ്രണയിക്കാൻ പാടില്ല, പ്രണയിക്കാൻ പാടില്ലേ, പ്രണയമൊക്കെ പൊട്ടി ഇട്ടതിലെ പൊട്ടി. ഞാൻ പ്രണയം പൊട്ടിയിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ്റെ കല്യാണം ആലോചന വന്നത്. ചേട്ടനൊപ്പം പ്രണയം പൊട്ടിയിരിക്കുക, മൊത്തം പൊട്ടിയ കേസ് കേട്ടാണ്. എന്നിട്ട് കല്യാണം വന്നപ്പോ തന്നെ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കെട്ടാനൊന്നും. പിന്നെ അമ്മ പറഞ്ഞ തൊട്ടടുത്ത് വീട്ടിൽ കൊച്ചടിക്കൊന്ന് പോയി കണ്ടൂടെ. ഓ, നിങ്ങൾ അടുത്തടുത്തുള്ളവരാ? അതായത് ഇരിഞ്ഞാലക്കുട കൊടകരം. അപ്പോൾ ഞാനാണ് ഈ ലവ് ഫെയിൽ. പക്ഷെ അപ്പൊ ഞാൻ ലവ് ഫെയിൽ ഉണ്ടായാലും
അങ്ങനെ അതിൽ വിഷമമൊന്നുമില്ല. അതായത് പോയി ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സങ്കടമുണ്ട്, സങ്കടം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, കുറച്ച് നേരം കരഞ്ഞു ഞാൻ ഓക്കെ ചെയ്യും. അത് അവന് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ. എന്നിട്ട് പുള്ളി പിന്നീട് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? അല്ല, ഞാൻ അതിൽ കൂടെ പോണില്ല, കാരണം അവർ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുകയല്ല. വീഡിയോസ് ഒക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ്, പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട പല ആൾക്കാരും പ്രപ്പോസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് കല്യാണ സമയമായപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, പറയാൻ പറ്റിയില്ല. അപ്പൊ ഒരു വാക്ക് നിനക്ക് പറഞ്ഞു. എനിക്ക് പ്രേമിച്ച് കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സൈക്കിളില് ഇങ്ങനെ നിൽക്കുമ്പം തടഞ്ഞു നിർത്തി ലവ് ലെറ്റർ തരുന്നു. അതൊക്കെ ഒരു ആഗ്രഹമില്ലേ? എനിക്ക് സ്കൂളിലൊന്നും വലിയ പ്രപ്പോസൽസ് ഒന്നും കിട്ടിയിട്ടൊന്നും ചേരാ ഭഗവാനെ ഏറിപ്പോലെ. സ്കൂളിലൊന്നും പ്രപ്പോസൽ ഒന്നും പല്ലൊക്കെ പൊന്തിയിട്ടൊക്കെ ഉള്ള ഒരു കുട്ടിയല്ലേ ആയിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. +2 വരെ എനിക്കുണ്ടായിരുന്നു, അത് പൊട്ടി. അപ്പൊ പിന്നെ കോളേജിൽ ഇപ്പൊ വേറെ ഉണ്ടായിരുന്നു, അതും പൊട്ടി. എല്ലാം പൊട്ടി. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എല്ലാം പൊട്ടി, ഇനി കെട്ടിക്കോ, കെട്ടിച്ചോ. ഞാൻ അപ്പൊ എന്റെ കല്യാണാലോചന മൊത്തം പോവാണ്, അച്ഛനില്ലല്ലോ, കുടുംബം മൊത്തം തലയിലാവെന്ന് പറഞ്ഞുകൊണ്ട് പലരും മാരേജസിനൊന്നും അപ്രോച്ച്, പിന്നെ ശുദ്ധജാതകം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അമ്മ നിനക്ക് പ്രേമൊന്നുമില്ല, എല്ലാം പൊട്ടിയില്ലേ, ഇനി എന്താ, അപ്പോഴാണ് മാരേജ് മാറ്റുമ്പോൾ ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്ത് നോക്കട്ടെ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഇരിഞ്ഞാലക്കുടി ശുദ്ധജാതകം തന്നെ വേണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ജാതകം ഒന്നും ശരിയാവാണ്ട് കെട്ടിക്കത്തില്ലല്ലോ നമ്മുടെ വീട്ടിലൊന്നും. അപ്പൊ പക്ഷെ ഇപ്പൊ മാരേജ് ആണെങ്കിലും ഇപ്പൊ അമ്മേനോട് പറഞ്ഞ ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് ഓക്കെ ജാതകം, ലവ് ആണെങ്കിൽ കെട്ടിക്കോ, അല്ലെങ്കിൽ നോർമലായിട്ട് രീതിയിൽ ജാതകമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിൽ സംതൃപ്തി വരുന്ന രീതിയിൽ പൊക്കോളം പറഞ്ഞു. അതിനിടയിലാണ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പാലിസായിരിക്കുന്ന സമയത്താണ് മാരേജ് മാറ്റുമ്പോൾ രജിസ്റ്റർ ചെയ്തത്. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. ആരെങ്കിലും ഒക്കെ കൂടെ സ്ട്രഗിൾ ചെയ്യാനും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഞാൻ തന്നെ അനുഭവിച്ചാൽ പറ്റില്ല. എന്നിട്ട് എന്തിട്ടായി കൂടെ വന്ന് അഞ്ചേട്ടോ പറയാം, ആള് ഭയങ്കര എന്താണ് പ്രേമൊക്കെ പൊട്ടി സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്തൊരു വാക്ക് പോലും മിണ്ടത്തില്ല. പിന്നെ ഞങ്ങള് ആഫ്റ്റർ മാരേജ് പ്രണയിക്കാൻ തുടങ്ങി. എടാ, ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ മോനുണ്ടായ സമയത്ത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു, വളരെ മോശമായ രീതിയിൽ എന്നെ പറ്റി ഒരാൾ പറഞ്ഞു. ഞാൻ വളരെ എൻ്റെ കുഞ്ഞനിയത്തിനെ പോലെ കൊണ്ട് നടന്ന്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എനിക്ക്, ഞാൻ എല്ലാവരും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യും. ഇപ്പില്ല, ഇപ്പോൾ കുറച്ച് കുറച്ച് അടി കിട്ടിയ കാരണം കൊണ്ട് ഇപ്പോൾ നല്ല വിവരം വെച്ചിട്ടുണ്ട്, ഉണ്ടെന്ന് തോന്നണം. കാരണം ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല. പണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. ഇപ്പൊ നീ എൻ്റെ ഒരു കുത്ത്, അയ്യോ കുത്തിയോ, അങ്ങനെയാണ് മണ്ടി, ഭൂലോകമണ്ടി, എല്ലാവരും വിശ്വസിക്കും, കണ്ണടച്ച് വിശ്വസിക്കും. എന്നിട്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വളരെ മോശമായിട്ട് എൻ്റെ മോളെ കുറിച്ച് പറഞ്ഞു, വളരെ മോശമായിട്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം. അന്ന് ഞാൻ 8 മാസം പ്രഗ്നന്റാ, രണ്ടാമത്തെ കുഞ്ഞിന്റെ. ഇത് സഹിക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോരുത്തരടുത്ത്, ഞാനങ്ങനെ ചെയ്യൂ. എൻ്റെ അമ്മയുടെ ചോദിച്ചു, ചേട്ടനടുത്ത് ചോദിച്ചു. ആർക്കും ഇത് എന്നാന്ന് ക്ലിയർ ഇല്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് അത് എന്നെ ഭയങ്കര മോശം അവസ്ഥയിലാണ്. കാരണം ഇത് ഈ ഭാവി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതെന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു, ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാനുള്ളൊരു ഗട്ട്സ് എനിക്കുണ്ട്. അത് ദൈവം സഹിച്ച് അതിന്. കാരണം ഞാൻ പറയാം, ഒരു നുണ പറയുമ്പോൾ ആ നുണേനെ നമ്മൾ മാറ്റാൻ വേണ്ടി പല നുണ പറയണം. പക്ഷെ ഒരു സത്യം ഓൾറെഡി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ഒരു സോറി പറഞ്ഞാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഞാൻ അങ്ങനെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു എന്ന് പറയാനുള്ള എല്ലാ ബോധം എനിക്കുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നത് പിന്നെ അവർ ആ ഫുൾ കോണ്ടാക്ട്സ് അങ്ങനെ മാറ്റിയിട്ട് എന്നെ ഒരു മൊത്തത്തിൽ എന്നോട് അപ്രോച്ചബിൾ അല്ലാത്ത രീതിയിലൊരു സിറ്റുവേഷൻ അവർ മാറ്റിയാക്കി. സോ ഐ വെന്റ് ഇൻടു ഡിപ്രഷൻ. മൊത്തം ഡിപ്രഷനായിട്ട് ഇരുന്ന എൻ്റെ മോളോടാണ് അതിൻ്റെ ദേഷ്യം മൊത്തം കാണിച്ചത്. ആ ചെറിയ മോളോട് അതിനോടുള്ള ദേഷ്യം മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഐറ്റങ്ങൾ റിയാക്ട് ചെയ്യില്ലല്ലോ, തിരിച്ച് റിയാക്ഷൻ വരുന്ന അമ്മയോടും കാണിച്ചു. അപ്പോൾ എൻ്റെ മോളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഓർമ്മയുണ്ട്, അമ്മ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, ആ കുഞ്ഞിനോട് ഞങ്ങൾ, അതായത് ദേഷ്യം ഇളയ കുഞ്ഞിനെ എടുക്കത്തുമില്ല, മറ്റേ കുഞ്ഞിനോട് ഇട്ട് ദേഷ്യം കാണിക്കും. പിന്നെയാണ് ഇവരൊന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മ എന്തൊക്കെയാണെങ്കിലും അമ്മ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അമ്മ പക്ക നാട്ടിൻപുറമൊക്കെ ആണെങ്കിലും പല ഇതാകാൻ എൻ്റെ അമ്മനോട് പറഞ്ഞു, നിനക്ക് നീ ഇല്ലേടി മോളെ, ഞാനുണ്ട്, നിൻ്റെ അനു ഉണ്ട്, അനു അത് അഞ്ചെണ്ണൻ, മോൻ്റെ 2 കുഞ്ഞുങ്ങൾ ഉണ്ട്, എല്ലാവരും ഇല്ലേ, നിനക്ക് പിന്നെ എന്തിനാ ഞാൻ എന്താ പറയുക, അവരെന്തിനാ അങ്ങനെ പറഞ്ഞു, അവരെന്തിനാ അങ്ങനെ ചെയ്തേ, ഇതിങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക.
നമുക്ക് നമുക്ക് നമുക്കിങ്ങനെ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ആവാണ്ട് നമുക്ക് പറ്റത്തില്ല. അതൊരു ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കത്തില്ലേ. എനിക്ക് ഇപ്പോഴും അതൊരു കുത്തല. നമ്മൾ സർട്ടിഫൈ ചെയ്ത് ജീവിക്കണം എന്നുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ഇപ്പോഴാണെങ്കിൽ ആരെന്തെങ്കിലും വന്ന നമ്മൾ എന്തിനാണ് അവരെ സർട്ടിഫൈ ചെയ്യുന്നത്? അവരെയല്ല, പക്ഷെ ഇപ്പൊ ഞാനത് വിട്ടു, കാരണം അത് കംപ്ലീറ്റ്ലി എന്റെ മനസ്സിൽ പോയി. പക്ഷെ അന്ന് എനിക്ക് അതായിരുന്നു, അതെന്നെ ഭയങ്കര ഹോണ്ട് ചെയ്തോണ്ടേ. കുഞ്ഞു കാര്യം മതി ആ സമയത്ത്. പക്ഷെ ഇപ്പൊ അന്ന് ആ സമയത്തെ എൻ്റെ പ്രഗ്നൻസി ടൈം ഞാൻ ഭയങ്കര ഡൗൺ, രണ്ടാമത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഈ ഇഷ്യൂ കൂടെ വന്നു കഴിഞ്ഞപ്പം എനിക്കത് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആട്ടം പിടിച്ചങ്ങനെ ആ സമയത്ത് ഡിപ്രഷനിലോട്ട് പോയി, കംപ്ലീറ്റ് ഡിപ്രഷനിലോട്ട് പോയി. ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മടുത്ത് പറയുമ്പോൾ പിന്നെ നിനക്ക് മാത്രം ഡിപ്രഷൻ, മറ്റേ നിന്റെ അതിന്റെ പേര് ഞങ്ങളൊക്കെ ഡിപ്രഷൻ. അത് അവരെയും പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോടാ, അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ ഗീതുവിനോടൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്തു. ഗീതുവിന് 2 കുട്ടികളുണ്ട്, അതിനിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, 2 or 3 ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് 24 മണിക്കൂർ, ഗീതുവിന് 24 മണിക്കൂർ. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? ഞാൻ ഇത് മക്കൾ എൻ്റെയാണ്. ഐ നീഡ് ടു ഫൈൻഡ് ടൈം ഫോർ ദം. എൻ്റെ ജോലി എൻ്റെയാണ്, എൻ്റെ വരുമാന മാർഗ്ഗമാണ്. ഐ നീഡ് ടു ഫൈൻഡ് ടൈം ഫോർ ദം, അല്ലേ? കുടുംബം എൻ്റെയാണ്, അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഞാനാണ്. ഇതിനെല്ലാം കഴിഞ്ഞ് ഈ ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്, അതിന് ഞാൻ സമയം കണ്ടെത്തണം. ഞാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ ആര് സമയം കണ്ടെത്തും? എനിക്ക് ആരെങ്കിലും കൊണ്ടുതരുമോ? ഇല്ല. എനിക്ക് ഇപ്പം ഞാൻ ഒരു സെയിം വീഡിയോയിൽ പറഞ്ഞ പോലെ, ഞാൻ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഒരാളും ഇപ്പം നീതു സിനിമയിൽ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. നിനക്ക് എംബ്രച്ചേട്ടന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇതിലുള്ളവർക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. എനിക്കേ ആഗ്രഹമുള്ളൂ. എൻ്റെ വീട്ടുകാർക്ക് ആഗ്രഹമില്ല, ആർക്കുമില്ല. അവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് പോകണമെന്നേ ഉള്ളൂ. പക്ഷെ സിനിമയിൽ വരണം, അഭിനയിക്കണം, ഞാനെന്നുള്ള രീതിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ എനിക്ക് കൊടുക്കണം. എൻ്റെ മോള് പറയുന്നത് മൈ മോം ഷീസ് സച്ച് എ പാഷനേറ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ മോളും എൻ്റെ മക്കളും പറയണം. എൻ്റെ മോളും അവൾ കാണുമ്പോൾ എന്താ ചെയ്യണം? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എടുത്തിടുന്ന എഫേർട്ട്, അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യം അവൾ എഫേർട്ട് എടുത്തിടില്ലേ? അവൾക്ക് 100% ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലിയിൽ നിന്നല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേറെ ഫാമിലിയിൽ പോയി നിന്നിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഫാമിലി ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനേ എനിക്ക് പറ്റത്തുള്ളൂ, എന്നെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഐ വോണ്ട് ടു ബി ആൻ ഇൻസ്പിറേഷൻ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഐ ആം നോട്ട് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐ എം ഡൂയിങ് ജോബ്. ഇത് എനിക്ക് എൻ്റെ പാഷനാണ്. ഞാൻ എന്നൊരു കലാകാരിനെ മാറ്റി നിർത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പലരെയും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറേ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പലയിടത്തും. അവിടെ നിന്ന് ഐ നീഡ് ടു കം മൈ സെൽഫ്. അതിന് ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ദേ നീഡ് ടു കം ബാക്ക്. ഒന്നും എത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ, കാശും വേണ്ട, ഇപ്പം കാശ് കിട്ടാനൊക്കെ നല്ല വഴി, പണിയെടുത്ത കാശ് കിട്ടും. ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടാലും തന്നെ നമുക്ക് വരുമാനം കിട്ടും. സോ മണി ഈസ് നോട്ട് എ പ്രോബ്ലം നോ. മണി വേണം, മണി നന്നായി വേണം, അതിന് പണിയെടുക്കണം. പിന്നെ ഗോ വിത്ത് യുവർ പാഷൻ. രണ്ടും ലൈക്ക് മനസ്സിൽ എന്താ പറയുക, നമ്മുടെ വിഷൻ ട്രൂ ആണെങ്കിൽ ഒപ്പത്തും. ഇപ്പം ഈ സ്റ്റുഡിയോ അല്ലേ, നിന്റെ ഇപ്പം ശരണ്യയുടെ നിന്റെ മനസ്സിലെ ആഗ്രഹമാണ് യു ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അല്ലേ? അതെ. അതിന് നീ ഇട്ടൊരു എഫേർട്ട് ഉണ്ട്. സോ ദിസ് ഇസ് ട്രൂ. അതാ ട്രൂ ആയ കാരണം കൊണ്ടാണ് നിന്നെ കൊണ്ടെത്തിച്ചത്. നീ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ കിട്ടും, എനിക്ക് കിട്ടും. ഇറ്റ്സ് ലൈക്ക് എൻ എനർജി. അതിനുള്ള ഒരു നമ്മൾ എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. എഫേർട്ട് ഇടും, എഫേർട്ട് ഗെറ്റ് വാല്യൂഡ്. പക്ഷെ കുറുക്കു വഴി കൂടെ എത്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫെയിമിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ പലരും റീച്ചിനും ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അതൊന്നും ശാശ്വതമല്ല. മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് കിട്ടുന്ന റീച്ചും അതിനൊന്നും നിൽക്കത്തില്ല. ഞാനത് എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഡേ നൈറ്റ് കൊണ്ട് ഭയങ്കര മില്യൺ അടിച്ചിട്ടൊക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ പണ്ട് നിന്ന സ്ഥാപനത്തൊക്കെ ഇൻ്റർവ്യൂ ചെയ്യും. ഞാനപ്പോൾ അവരോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഈ റീച്ച് കണ്ടിട്ടൊന്നും ഇതാവരുത്, നിൽക്കില്ല, ശാശ്വതമല്ല. സംബഡി ഈസ് ഗെറ്റിംഗ് ഹേർട്ട്, റൈറ്റ്? ഒരാൾ മനസ്സ് വിഷമിച്ച് ചിലപ്പോൾ സത്യമാണോ ഒന്നും അറിയത്തില്ല. ഒരാളിൽ ട്രോൾ വീഡിയോ എന്നെ ട്രോളിയിട്ടാണ് ഞാൻ എത്തിയത്. ബട്ട് എൻ്റെ ട്രോൾ എന്ന് പറയുന്നത് നാടാർ ബ്രോ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടനാണ് എന്നെ ട്രോൾ ചെയ്ത് ഫസ്റ്റ്. ബട്ട് എൻ്റെ ട്രോള് നല്ല രസമായിരുന്നു. നമ്മൾ ട്രോൾ ചെയ്യണം,
പക്ഷെ അത് മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്തിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നം തന്നെ മറ്റുള്ളവർക്ക് അതൊരു ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും എക്സ്ട്രീം വേറെ എന്ത് പെയിനേക്കാൾ ഏറ്റവും പെയിനുള്ള കാര്യമാണ്. അപ്പം അത് ചെയ്തൊക്കെ ആൾക്കാർ റീച്ച് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാരണം ആ ഒരു അവസ്ഥയിലൂടെ പോയവർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ നിർത്താം. കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ചില റോസ്റ്റിംഗ് വീഡിയോസ് നമുക്ക് സഹിക്കില്ല. എനിക്ക് പറ്റത്തില്ല. കാരണം ഇത് അനുഭവിച്ചതുകൊണ്ടായിരിക്കാം. റോസ്റ്റിംഗ് വീഡിയോ മാത്രമല്ല, ആളുകളെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ചുമ്മാ എടുത്ത് റിയാക്ഷൻ ആണെന്നും പറഞ്ഞ് അവനവന്റെ അഭിപ്രായം വായി തോന്നി ഇത് വിളിച്ചു പറയാം. നമ്മൾ എന്താണെന്ന് പോലും അറിയാം. ദീപക് ചേട്ടൻ്റെ കാര്യം തന്നെ നോക്കും, മരിച്ചു പോയില്ലേ. എല്ലാവർക്കും അങ്ങനെ എല്ലാവരുടെ മൈൻഡും സ്ട്രോങ് ആവണമെന്നില്ല. നോട്ട് എവറിബഡി ഈസ് സ്ട്രോങ്. ആൾക്ക് ഗോ ത്രൂ ചെയ്ത ഒരു ട്രോമ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. സോ നോട്ട് എവറിബഡി ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹാൻഡിൽ എവറിത്തിങ്. ഇപ്പം ചെറിയ കുട്ടികൾ തന്നെ മാർക്ക് കുറഞ്ഞാൽ തന്നെ ഇപ്പം ആത്മഹത്യ ചെയ്യും അല്ലേ? ആരും ഇപ്പോഴത്തെ ജനറേഷൻ കൊച്ചിയിൽ എങ്ങാണ്ട് ഒരു കുട്ടി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ആരും ഇപ്പൊ സ്ട്രോങ് അല്ല. ഞാനടക്കം സ്ട്രോങ് അല്ല. ഞാൻ എന്താ നെക്സ്റ്റ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിവിടെ ബളബളാന്ന് എന്തൊക്കെ വലിയ ചർച്ചകൾ പറഞ്ഞാലും നെക്സ്റ്റ് ടൈമിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് എന്താണോ തിങ്ക് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ ബെറ്റർ ഡോണ്ട് ഹേർട്ട് എനിബഡി. നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നെവർ ഡോണ്ട് ഹേർട്ട് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് us. കാരണം അവർ ഗോ ത്രൂ ചെയ്യണ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് റിയാക്ട് ചെയ്യാനും ഒക്കത്തിനും പല സോഴ്സ് ഉണ്ട് ഇവിടെ, എല്ലാ സോഴ്സുകളും ഉണ്ട്. സോ കുറച്ചും കൂടെ കൈൻഡ്നെസ് നമുക്കിടയിൽ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുതരം എന്താ പറയുക, ഓപ്പൺ അപ്പായിട്ട് കാണിക്കുക, അത് ആളാവുക, സ്റ്റാർ ആവുക എന്നൊക്കെ ഉള്ളൊരു പൊതുവേ ഒരു ഇതുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിലും ജഡ്ജ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കിടന്നിട്ടാണ് അടിയും ബഹളവും, അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു പയ്യൻ, അവൻ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അവൻ ക്യാൻസർ വന്ന് സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെക്കുറിച്ച് ഭയങ്കര വേറൊരു ഇതിൽ നിന്ന് പരാതി, അവൻ കുറേ പെണ്ണ് കേസ് പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പരാതി, അവൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം പിൻവലിച്ചു. നമ്മളിങ്ങനെയാണ് ഒരു അറിയാൻ മേലാത്ത കാര്യങ്ങൾ. എനിക്കറിയില്ല ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഓക്കെ എൻ്റെ വീഡിയോസിന് ആരും ഒന്നും പറയാൻ പാടില്ല, എന്നെ ആരും ചെയ്യാൻ പാടില്ല, എൻ്റെ വീഡിയോസ് എന്നെ ആരും നെഗറ്റീവ് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ഇറ്റ്. ബട്ട് എനിക്ക് തിങ്ക് ചെയ്യാം. ബട്ട് എനിക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു ഇതില്ലേ എനിക്ക്, ഞാനത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുത്താം. എനിക്ക് തിങ്ക് ചെയ്യാം. എൻ്റെ മോൾ വളർന്നു വരുന്ന എൻ്റെ മോളോട് പറയാം, നീ ഇങ്ങനെ മോശമായിട്ടുള്ള ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് അവളെ ഗൈഡ് ചെയ്യാം. എൻ്റെ മോനോടാണെങ്കിലും പറയാം. അതുപോലെ നമുക്ക് ചെയ്യാം. എനിക്കൊരിക്കലും സോഷ്യൽ മീഡിയ ആരും നെഗറ്റീവ് കമന്റ് ഒന്നും ഇടരുത് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. ഇറ്റ് ക്യാൻ കം അല്ലേ, വരാതിരിക്കാം. ബട്ട് എനിക്ക് കുറച്ചും കൂടെ കൈൻഡ് ആവാം അല്ലെ. നമുക്കൊരു മനുഷ്യപ്പറ്റി കാണിക്കാം. നമുക്ക് ഒരു ഇച്ചിരി മനുഷ്യപ്പറ്റി ഉണ്ടാവുന്നതുകൊണ്ട് ഒരു തെറ്റൊന്നുമില്ല. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യണം. കുറച്ചും കൂടെ ഒരു അവരെ ഹേർട്ട് ചെയ്യാതിരുന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്തിനാണ് സത്യം നാളെ തന്നെ നമ്മൾ ഇപ്പം നീ പറഞ്ഞ പോലെ ഇപ്പം ഇരിക്കുന്ന നിമിഷം നമ്മൾ ആര് ഉണ്ടാവും നമുക്കറിയില്ല. സോ ഞാൻ വെള്ളിയാഴ്ച ഞാൻ കണ്ടുപോയ എൻ്റെ അച്ഛനാണ് തിങ്കളാഴ്ച മരിച്ചത്. സോ 5 ദിവസം കൊണ്ടാണ്. ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, എന്താ ഉണ്ടാവാന്ന് പറയാൻ പറ്റത്തില്ല. സോ ഉള്ള സമയത്ത് ഞാൻ കാരണം ഒരാൾ ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഇച്ചിരിങ്ങളും നന്മ ചെയ്ത് വലിയ നന്മമാരാവാനല്ല കേട്ടോ പറയുന്നത്. കൈൻഡ് അല്ല, അതായത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വേണം, എല്ലാം വേണം. പക്ഷെ ഒരിത്തിരി മറ്റേ കൊന്നിട്ട് പോടാ എന്ന് പറയുന്നത് മയത്തിലൊക്കെ കൊല്ലണം. മയത്തില് കൊല്ല്. ഇപ്പൊ എനിക്കിപ്പോ എന്താ പറയാ, മൊത്തത്തിൽ മാറ്റാനൊന്നും പറ്റില്ലെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഒരു അല്ല, ഗീതുവിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകളില്ലേ, അവർക്ക് കാണുമ്പോൾ ഗീതുവിനോട് ഭയങ്കര ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ചേച്ചി ഭയങ്കര ചിരിയാണ്. ഒരു ചേച്ചി ഇതൊക്കെ എനിക്ക് സന്തോഷം. കാരണം എനിക്ക് ആ സ്നേഹം, ഞാൻ ഈ വീഡിയോന്റെ റീച്ചിനെങ്കിലും എനിക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഇതില്ല, മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുമ്പോൾ കിട്ടുന്നുള്ളൊരു അതൊക്കെ എൻ്റെ എനർജിയാണ്. എന്നെ ഡേയ്സ് ബിൽഡപ്പ് ചെയ്യുന്ന ഓരോ എനർജിയാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ബി ഹാപ്പി. ലാസ്റ്റ് എന്താണ്, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, മനസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ ചിലപ്പോൾ വീട് നടക്കുന്ന സമയത്തായിരിക്കും അമ്മച്ചിയുടെ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ
ബൂസ്റ്റപ്പായി. അടുത്ത വീഡിയോ എടുക്കാൻ വാ. സഞ്ജി ഇല്ലെങ്കിൽ ചോദിക്കാൻ സഞ്ജി എന്ത് ചെയ്യുന്നു? കാരണം എനിക്ക് അടുക്കി പെറുക്കാനും ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ, ഞാൻ വീഡിയോ ചെയ്തിട്ട് 10 ലൈക്ക് എന്തെങ്കിലും ഒരു അതിൽ ഫസ്റ്റ് കമന്റ് അമ്മച്ചൊരു വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞു ബൂസ്റ്റപ്പായി. സഞ്ജി ഇവിടെ നിന്ന് എന്ത് തന്നു വിട്ടതായിരുന്നു? സഞ്ജി ഞാൻ അവിടെ മട്ടരിയ ഓ അതിന്റെ സഞ്ജി, അതിന്റെ സഞ്ജിയാണ്. നിറച്ചുണ്ട്, നിറച്ചുണ്ടല്ലേ. മിക്ക ഏതൊരെണ്ണത്തിനകത്ത് സഞ്ജി കാണാത്തപ്പോ അല്ല എന്നെ അതിലാണ് പെറ്റിട്ട് നിന്നെയും ആ സഞ്ജി ഒരുമിച്ചാണ് പ്രസവിച്ചിട്ട് അതിലാണ് ഇട്ടത്. ഞാൻ ഇങ്ങനെ പറയാം, എന്നെ തവിട് എടുത്ത് പഠിച്ചതാണ്. തവിട് മൊത്തം ആ സഞ്ജിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് എന്നെ കൂടി ഇട്ടിട്ടാണ് തന്നത്. ഞാനിങ്ങനെ വീട്ടിൽ പറയാം, അമ്മയ്ക്ക് അമ്മയുടെ മോനോടാണ് ഇഷ്ടം. ഇങ്ങനെ പറയത്തില്ലേ അനിയന്മാരുണ്ടെങ്കിൽ ഞാൻ മോനോട് എന്നെയാണ് സ്നേഹം. എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്കിടയിൽ ഒരു വൈബ് ഉണ്ട്. അതായത് എല്ലാ മനുഷ്യർക്കിടയിലും അതായത് നമ്മൾ സ്വയമായിട്ട് പണിയെടുത്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവരാണ്. നമ്മളുടെ പിന്നിൽ ഒരു 1000 പേര് കാണുമായിരിക്കാം. അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. ആരും നമ്മളെ പുഷ് ചെയ്യത്തില്ല. നീ ഇന്ന് രാവിലെ എണീക്ക്, നീ ഇന്ന് പോയി വീഡിയോ ചെയ്യുന്നൊന്നും ആരും പറയത്തില്ല. നമുക്കാണ് വേണ്ടത്. ഗീതു പറഞ്ഞല്ലോ, ഗീതുവിന് ഇവിടെ എത്തണം എന്നുള്ളത് ഗീതുവിൻ്റെ മാത്രം ആവശ്യമാണ്. അതൊരു ശരണ്യയുടെയോ ഗോഡ്വിൻ്റെ ആവശ്യമല്ല. അതിന് ഗീതു എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഓരോ മനുഷ്യരും കൊടുക്കുന്നൊരു വില എന്ന് പറയുന്നത് ഒരുപാട് അപമാനങ്ങൾ അല്ലെങ്കിൽ കോംപ്രമൈസുകളുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഇന്ന് വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ നടക്കില്ലായിരിക്കാം. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തിട്ട് ഇന്നിപ്പോൾ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരെ വരാൻ പറ്റിയില്ല. നെക്സ്റ്റ് എന്താ പറയുക, സിനിമയിലേക്ക് എത്തപ്പെടാൻ പറ്റുക, എത്തും തീർച്ചയായിട്ടും. നീ പറഞ്ഞ പോലെ തന്നെ എഫേർട്ട് എന്നിടുന്നോ. ഈ ഒരു കസേര നിനക്ക് തരാൻ ഞാൻ എടുത്തത് 13 വർഷമാണ്, 1-2 വർഷമല്ല 13 വർഷമാണ്. അപ്പോൾ എന്താണെങ്കിലും നീ ഇടുന്ന എഫേർട്ടിന് ഉടനെ തന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവട്ടെ. പിന്നെ അമ്മേനെ ചോദിച്ചെന്ന് പറയണം, അമ്മമാരെ കൊണ്ടിട്ടൊക്കെ പെൺമക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെക്കന്മാരോട് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, കുറേ കൂടി എനിക്കിഷ്ടമാണ്. അതെന്താന്ന് ചോദിച്ചാൽ നാളെ നമ്മൾ ആ സ്റ്റേജിൽ വരും. അപ്പം നമുക്ക് ചെയ്തു തരാൻ നമ്മുടെ മക്കളെ നമുക്ക് ചെയ്തു തരണമെങ്കിൽ നമ്മൾ മുന്നേ നടക്കുന്നവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കണം. അവർ നമ്മളെ കണ്ടാൽ പഠിക്കും. തീർച്ചയായും ആ ഒരു ഇത് നീ വഴിയിടുന്നുണ്ട്. എന്താണേലും പരിചയപ്പെട്ടാലും കരഞ്ഞ് മേക്കപ്പ് ഒക്കെ പോയിട്ടാ. എല്ലാം മേക്കപ്പ് പോയി. ഞാൻ കരഞ്ഞില്ല, എന്റെ മേക്കപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല വേണേ, ഞാനൊരു ലിപ്സ്റ്റിക്ക് മാത്രം. പിന്നെ കണ്ണ് നന്നായിട്ട് എഴുതും. ഞാനൊരു മേക്കപ്പ് ഭയങ്കര സന്തോഷം വന്നതില്, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് നേരം ഇരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി സിനിമയിൽ അഭിനയിച്ചിട്ട് ഇന്റർവ്യൂ തരാൻ കിട്ടട്ടെ എന്നല്ല, കിട്ടും. അപ്പൊ ഇന്റർവ്യൂ തരാൻ വീണ്ടും വരണം. ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാവും. താങ്ക് യു. ഞാൻ എന്റെ സ്വന്തം കാരവാനിൽ വരും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.